രാവിലെ 5:30 ഇവിടെ നേരം വെളുത്തു. രാവിലെ 5:30 ആയപ്പോൾ ഇവിടെ നേരം വെളുത്തു. ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കണ്ടോ, ഞാൻ വാരണാസി തന്നെയാണുള്ളത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ബലികർമ്മങ്ങളൊക്കെ ചെയ്യാണ്ട് അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നോക്കി 5:30 എന്ന് പറഞ്ഞ് വിശ്വസിക്കില്ല കേട്ടോ. നട്ട് ഉച്ച പോലെ നല്ല ചൂടും ഉണ്ട് കേട്ടോ. പക്ഷെ നട്ട് ഉച്ചയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു ചൂടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ വഴിയിലൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബലികർമ്മത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മൾ ബലികർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗംഗ, യമുന, സരസ്വതി നദികളുടെ ഒരു കൂടിച്ചേരുന്ന അവിടെയാണ് നമ്മൾ പോകുന്നത്. പ്രയാഗ്രാജ് എന്നാണ് സ്ഥലത്തിന് പറയുന്ന പേര്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബലിയിടാനും അസ്ഥി ഒഴുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരുപാട് ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളാണ് കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ 2 മണിക്കൂർ വാരണാസിയിൽ നിന്ന് 2 മണിക്കൂർ ഉണ്ടായിരുന്നു. കാറിന് 2 മണിക്കൂർ ഉണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്തെത്താൻ. പിന്നെ കുറച്ച് സ്ഥലത്തൊക്കെ ബ്ലോക്ക് വന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും സമയമായത്. അപ്പോൾ നമുക്ക് ഓരോ കാഴ്ചകളും കാണാം. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകളിലായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പൂജയ്ക്കുള്ള സാധനങ്ങൾ, പിന്നെ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ, അങ്ങനത്തെ ഉള്ള ഒരുപാട് സാധനങ്ങളുണ്ടാവില്ലേ, ചെറിയ ചെറിയ ഓരോ ഐറ്റംസൊക്കെ അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ അത്ര വൃത്തിയും വെടുപ്പും ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഹോട്ടലുകളുണ്ട്. ഹോട്ടലൊന്നും കണ്ടാൽ നമുക്ക് കയറാനൊന്നും തോന്നില്ല കേട്ടോ. പിന്നെ ഓരോരോ പാനീയങ്ങൾ, പിന്നെ പാൻ മസാല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കണ കടകൾ. ഇത് കണ്ടോ, മുടി വെട്ടണത് കേട്ടോ, ബാർബർ ഷോപ്പാണ് അവിടുത്തെ. ഇതൊക്കെ ഓരോ പൊതുവെ നോർത്ത് ഇന്ത്യൻസൊക്കെ അങ്ങനെ തന്നെയാണ്. റോഡുകളിലൊക്കെ ഇരുന്നിട്ടാണ് അധികം വെട്ടാറുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ആ സൈഡിൽ കാണില്ലേ, അതൊരു കോട്ടയാണ് കേട്ടോ. അപ്പം ഇപ്പോൾ അത് ആർമിക്ക് വിട്ടുകൊടുത്തിരിക്കുകയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. वो सर किला था फोर्ट। अच्छा अच्छा। अब तो बंद हो गया, मिलिट्री वाले ले लिए हैं, आर्मी वाले। अच्छा, किस राजा का था वो? इनका था, कोई मुगल सम्राट का था किला। अच्छा। അപ്പുറം തൊട്ട് ഇവിടം വരെ നമുക്ക് വെള്ളം എടുക്കണ്ടേ? കുടിക്കാനല്ല, അല്ലാതെ എടുക്കാന്. അല്ലാതെ എടുക്കാൻ. എന്തിനു പേരാ? നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ വീട്ടിലൊക്കെ തളിക്കാം. അത് അല്ല, അത് ഗംഗാജലം. ഏതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിക്കോട്ടെ, ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയിക്കോട്ടെ, ഏതൊരു സ്ഥലത്ത് ചെന്നാലും അവിടെ ഒരു ഏജൻറ്റുമാരെ കൊണ്ടുള്ള കളിയാണ് കേട്ടോ. ഇഷ്ടം പോലെ ഈ തോർത്തിട്ട് നടക്കണവരൊക്കെ അല്ലേ, ഇതൊക്കെ ഏജൻറ്റുമാരാട്ടോ. ഈ ചെറിയ ചെറിയ ബോട്ടുകളിൽ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് വേണം ബലികർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ വലിയ വലിയ പൈസയൊക്കെ പറയും. പക്ഷെ നമ്മൾ പിശുക്കല്ല, ബാർഗൈൻ ചെയ്യില്ലേ, അങ്ങനെ ബാർഗൈൻ ചെയ്തിട്ട് കുറച്ചെടുക്കണം. അത് എല്ലായിടത്തും നടക്കുന്ന ഒരു ചടങ്ങാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം കേട്ടോ.
हमें दोनों को 1500 बोला है सेपरेट कर लेते हैं सेपरेट हैं एक बार कंपेयर നമ്മളൊരു ബോട്ട് തീരുമാനിച്ചു. നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. പിന്നെ ജോലി ചെയ്യുന്ന ഇവിടെ മൊത്തം അതാണ്. ഇതിൽ തന്നെ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചതായിരിക്കും ചെയ്യുമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ നല്ല ബോട്ടുകളിലെല്ലാം ഇരുന്നിട്ടാണ് നമുക്ക് കാണാം. ചവിട്ടട്ടെ. लाख का दी है छोड़ दे लौंडा मजा ना करना पानी चलता नहीं, बहुत कम चलता है। गंगा नदी उधर से आता है, हरिद्वार ऋषिकेश गंगोत्री से हिमालय से आता है। गंगा में फोर्स वाटर रहता है, वाटर उसमें कम रहता है 2 फीट 3 फीट। गंगा यमुना के मध्य में सरस्वती अंतर्वाणी और नीचे से आता है। नाम 3 चलता है, दिक्कत 2 गंगा फोर्स वाटर, यमुना सिल वाटर। ये दोनों ज्वाइंट होकर इधर हो जाता है काशी। गंगा यमुना ज्वाइंट होता है काशी में जाके एक नदी का नाम होता है गंगा। यहाँ पे यमुना का नाम खत्म हो जाता है, आगे यमुना का नाम होता है। ये कलकत्ता होकर पटना बिहार होकर गंगा सागर में जाके मिलता है। ये तीर्थ का नाम है प्रयागराज। प्रयागराज अकबर आया था, इसका नाम रख दिया इलाहाबाद। अल्लाह के नाम से वो अल्लाह इधर में चला गया। मोदी जी को आने से प्रयागराज त्रिवेणी संगम हो गया हिंदू धर्म। ये कोटा दिखता है ना, अशोक कोटा, अशोक चक्रवर्ती कोटा है सर। अच्छा इसमें 2 नाम चलता है, पहला राजा अशोक सम्राट का, दूसरा अकबर जोधाबाई का। अभी तीसरा ये गवर्नमेंट है, मिलिट्री वाले। अकबर को इसी के अंदर में एक कल्प वृक्ष है। श्री राम भगवान ने उसी कल्प वृक्ष के नीचे राजा दशरथ महाराज का पिंडदान किए थे। पहला पिंडदान यहाँ लगाए थे, ये विष्णु मुखम है। दूसरा पिंडदान काशी में लगाए थे, विष्णु नाभि है। तीसरा पिंडदान गया में लगाए थे, विष्णु पादु गया। अच्छा लास्ट पिंडदान बद्रीनाथ में लगाए थे, विष्णु हेड कपार क्रिया। जिसका माता पिता नहीं रहते तो पहला पिंडदान प्रयागराज विष्णु का मुखम में, दूसरा काशी, तीसरा गया, लास्ट बद्रीनाथ। के बाद महाकुंभ आता है, 6 साल में अर्धकुंभ आता है। हर साल को माघ मास मकर संक्रांति लगता है। अभी 25 में इधर महाकुंभ आएगा। ये सब मेले की तैयारी हो रहा है महाकुंभ का। अच्छा अच्छा पक्का घाट रोड बन रहा है ना, महाकुंभ के लिए अच्छा। बन रहा है। 2019 में इधर अर्धकुंभ हुआ, 2025 में महाकुंभ हुआ। कुंभ मेला 4 जगह होता है, पहला प्रयागराज, दूसरा हरिद्वार, तीसरा नासिक, लास्ट उज्जैन महाकाल। त्रिवेणी संगम के लिए इधर में आया, स्नानम किया, पूजा किया, इधर चित्रकूट के लिए। अच्छा राम सीता को बैठने से ये बोट चलता है, राम सीता नहीं बैठते तो ये बोट नहीं चलता। अच्छा हम लोग
बोट वाला ड्राइवर है निषाद राज। ये सब बोट मालिक के अंडर में रहता है, हम लोग ड्राइवर आदमी है। मालिक बोलता तभी आपसे बात करता, नहीं बोलते तो नहीं बात करता। हम लोग को पगार देता है 10,000 महीने को, ये पूरा पैसा मालिक लेता है। टेम्पल रास्ते में हनुमान टेम्पल है, सोता हुआ हर जगह आपको बैठे मिलेंगे, खड़े हुए मिलेंगे, यहाँ पे सोता हुआ मिलेंगे। यहाँ से बाद आपको 2 किलोमीटर जाएंगे, आपको महादेव की शक्तिपीठ मिलेगी। यहाँ से 2 किलोमीटर 5 किलोमीटर सिटी में जाएंगे। यहीं से सर यमुना हिंद हो जाती है, यमुना हिंद हो जाती है, 2 नदी का ट्रेन ऐसा पूरा ही काफी बनारस में जाया जाता है। അങ്ങനെ നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലത്തെത്തിട്ടോ. ഈ ഇതിൽ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ടാണ് നമ്മളെല്ലാം ചെയ്യുക. അപ്പോൾ ഇനി കർമ്മങ്ങളൊക്കെ എങ്ങനെ നമ്മളവിടെ ചെയ്യുന്ന പോലത്തെ ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ്. ആദ്യം മുങ്ങി വരണം, 3 പ്രാവശ്യം മുങ്ങി വരണം. എല്ലാത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടാവും കേട്ടോ കൂടെ. नहीं है ये तो कोई कहीं है वो झंडा बता देना सबको।
आचार्य ब्राह्मण दक्षिणा गोदान फल विदाई वस्त्रपात्र सूर्या सवारी अलंकार वस्त्राभूषण 84 दान ब्राह्मण दक्षिणा मनोइच्छा श्रद्धापूर्वक अर्पण करते सूर्य भगवान गंगा को प्रणाम पाप कल्याण करना शांति हेतु श्राद्ध कर्म आचार्य ब्राह्मण हाँ जी उसमें रखना है थाली में रख लीजिए अदर तो दिल में क्या हाँ घर जा करके विसर्जन करने का स्नान करने का അവിടെ ഇട്ടിട്ട് പുറത്ത് കളഞ്ഞിട്ടേ അതിൽ വെക്ക് उसको पानी में डालने का സാറേ എല്ലാം എടുത്തോ വെള്ളത്തിലിട്ടോ ഇത് ഡാൽദാ ഓ പുറത്തേക്ക് ഇട്ടോ അങ്ങോട്ട് ഇട്ടോ इसी में रखे हुए जाना उसे डालने का फिर स्नान करके रिटर्न होके आने का സൂക്ഷിച്ചുണ്ടോ പ്ലേറ്റ് കൊണ്ടെന്നുള്ളോ ആ എന്തേ അത് അച്ഛൻ്റെ പേരല്ല അച്ഛൻ്റെ പേരല്ലേ ഇത് മുത്തച്ഛൻ്റെയാ ചോദിച്ചാൽ അതായത് രാജേട്ടൻ്റെ അച്ഛൻ്റെ അച്ഛൻ അത് അവൾക്കറിയായിരുന്നു അതൊക്കെ പറഞ്ഞായിരുന്നു അവൾ അപ്പൊന്ന് പറഞ്ഞായിരുന്നു ആ ഓ ഇത് അവൾ ഇടുവാണ് മുങ്ങുവാ ബലികർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം നമ്മളൊരു അമ്പലത്തേക്ക് പോകുമ്പോൾ കണ്ട കാഴ്ചയുടെ നോക്കി ഒരമ്മൂമ്മ ഇരുന്ന് അലക്കുകയാണ് കേട്ടോ. വീടിൻ്റെ മുന്നിൽ തന്നെ അലക്കാൻ നമ്മളെപ്പോലെ പ്രത്യേകിച്ച് കല്ലോ അങ്ങനെ ഒന്നുമില്ല. ആ ഒരു സിമെൻറ്റിൻ്റെ തറയിൽ തന്നെ ഇട്ടിട്ടാണ് അവർ അലക്കണത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, കഴിഞ്ഞ പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഗംഗാരതി കാണാൻ പോയപ്പോൾ ഒരു ഗോൾഡ് കൊണ്ടൊരു ടെമ്പിൾ ഉണ്ടാക്കി പറഞ്ഞിട്ടില്ലായിരുന്നു. 51 kg ഗോൾഡ് കൊണ്ടുണ്ടാക്കിയ ആ ടെമ്പിൾ, അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ അവിടെ നമുക്ക് അമ്പലത്തിൻ്റെ അകത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, ഫോട്ടോഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല. ഫോണ് പുറത്ത് വെച്ചിട്ട് വേണം പോകാൻ. ഫോണ് പൈസ അങ്ങനെയുള്ള ഒരു പൈസ നമുക്ക് കയ്യിൽ വെക്കാം, അല്ലാതെ വേറെ ഒരു സാധനങ്ങളോ ഒന്നും നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ പ്രധാനമായിട്ടും അവിടേക്ക് സ്വീറ്റ്സ്, ഒരു ബോക്സ് സ്വീറ്റ്സ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ച് തരണമുണ്ട്.
വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ വൈകുന്നേരം തന്നെ തിരിച്ചു പോകുന്നു. ഫ്ലൈറ്റ് വൈകുന്നേരമായിരുന്നു, രാത്രിയായി നാട്ടിലെത്തിയപ്പോൾ. അപ്പോൾ അതൊക്കെയായിരുന്നു വാരണാസിയുടെ വിശേഷങ്ങൾ. വാരണാസിയിൽ ഇനി ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വേറെ സ്ഥലങ്ങളിലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പോയില്ല. നമ്മളിപ്പോൾ ഒരു ടൂറിനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല, നമ്മൾ ബലികർമ്മം ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ വാരണാസി വിശേഷങ്ങൾ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. അതെ, ഒരു കാര്യം മറന്നു, വാരണാസി പോയവരൊന്ന് കമൻറ്റ് ചെയ്യാം.